അപ്പോൾ അഞ്ചാം ഫസലാണ് കേട്ടോ. 4 കഴിഞ്ഞു. നമ്മൾ മാലി കഴിഞ്ഞു, ഫേല് മാലി, മാറൂഫ് കഴിഞ്ഞു, അതിൻ്റെ മൻഫി കഴിഞ്ഞു, പിന്നെ നമ്മൾ മജ്ഹൂൽ പഠിച്ചു, പിന്നെ അതിൻ്റെ മൻഫി പഠിച്ചു. ഇനിയുള്ളത് മുലാരി ആണ് കേട്ടോ. അലാം അൽ ഫസ്ൽ അഞ്ചാം ഫസ്ലാണ്. അലാം നീ അറിയണം അന്നൽ ഫി അലൽ മുസ്തഖ്ബിൽ. മുസ്തഖ്ബിൽ നിന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുലാരി ആയ ക്രിയകളെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മുസ്തഖ്ബിലിൻ്റെ അർത്ഥം ഫ്യൂച്ചർ ടെൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്തഖ്ബിലിൻ്റെ അർത്ഥം ഫ്യൂച്ചർ ടെൻസ് എന്നാണ്. പക്ഷേ നമ്മൾ മുലാരിനും പിന്നെ ഫ്യൂച്ചറിനും അഥവാ മുസ്തഖ്ബിലിനും ഒരേ ഇതാണ് ഉപയോഗിക്കുക. ചെറിയ വ്യത്യാസങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെ മുസ്തഖ്ബിൽ എന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് മുലാരി ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അൽ മുസ്തഖ്ബിൽ നിങ്ങൾ അറിയണം മുസ്തഖ്ബിലായ ക്രിയ മായ ദുഹുലു അത് പ്രവേശിക്കും, അല്ലെങ്കിൽ യാതൊന്നാണ് യദുഹുലു പ്രവേശിക്കുന്നു, ഫി അവ്വലുഹു അതിൻ്റെ തുടക്കത്തിൽ, ഫി അവ്വലുഹു അതിൻ്റെ തുടക്കത്തിൽ പ്രവേശിക്കുന്ന യാതൊന്നാണ്. എഹ്ദാ ഒന്ന്, സവായിദ് അധികമാകിയത്, അൽ അർബ നാലിലൊന്ന് അധികമായതെന്നാ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അധികരിച്ചു വരുന്നത്, അതായത് നാലിലൊന്ന് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞുതരാം കേട്ടോ. അത് അർബ അല്ലത്തി അത് യാതൊന്നാണ്, ബിജം അഹ അത് ഒരുമിച്ച് കൂട്ടി, അതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് കൗലക്ക നിൻ്റെ സംസാരം ഇങ്ങനെ പറയാം. എന്ത് അതൈന എന്ന് പറയാം, അല്ലെങ്കിൽ നഅത്തി ഔ അതല്ലെങ്കിൽ നഅത്തി എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിച്ചത് മുലാറഅത്തിൻ്റെ അക്ഷരങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുലാറഅത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, താ, യാ, അലിഫ് അല്ല കേട്ടോ, ഹംസ അല്ലേ അതെ, ഹംസ, താ, യാ, നൂൻ, ഹംസ, താ, യാ, നൂൻ, അതൈന അല്ലെങ്കിൽ നഅത്തി അതിൽ വരുന്ന 4 ലെറ്റേഴ്സ്. ഈ 4 ലെറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുക? മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുക. അത് ചില ആൾക്കാർ അതൈന, യഅത്തി, അനിയത്തി എന്നൊക്കെ വരെ പറയുന്നുണ്ട്. മലയാളികൾ അനിയത്തി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നിച്ച് നമുക്ക് പറയാം എന്തെന്ന്, ഇത് 4 അക്ഷരം, അതാണ് മുലാറഅത്തിൻ്റെ ലെറ്റർ. ഇത് എന്താ പറഞ്ഞത്? നാലിലൊന്ന് എന്ന് പറഞ്ഞില്ലേ, ഇഹ്ദാ സവായിദുൽ അർബ എന്ന് പറയില്ലേ, 4 അതിൻ്റെ തുടക്കത്തിൽ വരും. അതായത് 4 ലെറ്റേഴ്സാണിത്, അതിലേതെങ്കിലും ഒരെണ്ണം അധികരിച്ചു വരും. ഏതിൽ? മുലാരി ആയ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലാറഅത്തിൻ്റെ ഏതെങ്കിലും ഒരു ലെറ്റർ അതിൻ്റെ മുന്നിൽ വരണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഫാ കലിമയുടെ മുൻപ് ക്രിയൻ്റെ മുൻപ് മുലാറഅത്തിൻ്റെ അതൈന എന്നതിലെ ഏതെങ്കിലും ഒരു ലെറ്റർ അതിൻ്റെ മുന്നിൽ അധികരിച്ചു വരണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഹാല് മുസ്തഖ്ബിലിൻ്റെയും കൂടിയിട്ടാണ് പറയുന്നത്. നമ്മൾ മുലാരി എന്ന് പറയാം. ഹാല് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് സംഭവിക്കുന്നത്, വർത്തമാനകാല ക്രിയ. പിന്നെ മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. അതിനെ നമ്മൾ സാധാരണ പറയുക മുലാരി എന്നാണ്, അൽ ഫിഅലുൽ മുലാരി എന്നാണ് പറയുക. ഈ ബുക്കിൽ അതിൻ്റെ മുസന്നിഫ് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മുസ്തഖ്ബിൽ എന്നാണ്. മുസ്തഖ്ബിൽ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറയണമെങ്കിൽ മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു എന്നാണ്. മാലി പക്ഷേ അത് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. മാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയവൻ എന്നുള്ള അർത്ഥമാണ്. മുലാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളത്. ആരോടാണ് സാദൃശ്യം? ഇതിന് സാദൃശ്യമുള്ളത് ഇസ്മിനോടാണ് സാദൃശ്യം. ഇസ്മിനോട് മാത്രം. മുഷാബഹത്ത് ഉണ്ട്. മുലാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഷാബഹത്ത്, സാദൃശ്യം ഉള്ളത് എന്നാണ്. ഇതിന് മുലാരി എന്ന് സാദൃശ്യമുള്ളത് ആരോടാണ്? ഇസ്മിനോട് സാദൃശ്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊത്തം അറബി വാക്കുകൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ഇസ്മ്, ഫിഅല്, ഹർഫ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ഇസ്മ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ പേര് ഒക്കെ പഠിച്ചു. ഫിഅല് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് അല്ലേ, ഒരു ജമനായിട്ടൊരു കാലവുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ വേർഡാണ്, പ്രവൃത്തിയാണ് എന്ത് ഫിഅല് എന്ന് പറഞ്ഞാൽ. ഹർഫ് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവും, മറ്റൊന്നിനോട് കൂടെ നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല. അതും പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഹർഫുകളെല്ലാം മബനിയ. ഏതൊക്കെ നമ്മൾ ഹർഫ് പഠിച്ചത്? ഹർഫു ജെറ് പഠിച്ചു അല്ലേ. മിൻ, ഇല, അല ഒക്കെ പഠിച്ചില്ല. അത് ഹർഫു ജെറ്, അതൊക്കെ മബനിയാണ്. അതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ചേഞ്ച് ആവില്ല. പിന്നെ ഹർഫു ജവാബ് പഠിച്ചു അല്ലേ. ഉത്തരം ല പഠിച്ചു. പിന്നെ ഹർഫു അത്തുഫ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച ഹർഫുകളാണ്. അതൊക്കെ മബനിയാണ്, ലാസ്റ്റ് ലെറ്റർ ചേഞ്ച് ആവില്ല, മബനികളാണ്.
ഇനിയാ ഇസ്മുകളൊക്കെ മൊബനിയാണോ? അല്ല, ഇസ്മുകൾ മബനിയുണ്ട്, മുഅറബും ഉണ്ട്. മുഹമ്മദുൻ, മുഹമ്മദിൻ, മുഹമ്മദൻ എന്നൊക്കെ വരും ഇസ്മ. അപ്പോൾ ഇസ്മുകൾ മബനിയുണ്ട്, മുഅറബും ഉണ്ട്. ഫിഅലു മാലി നമ്മൾ പഠിച്ചത്, ഫിഅലു മാലി എല്ലാം മബനിയാണ്, ചേഞ്ച് ആവൂല. ഫിഅലു മാലി എല്ലാം മബനിയാണ്. എന്നാൽ മുളാരി എല്ലാം മബനികളല്ല. മുളാരിയിൽ രണ്ടെണ്ണം മബനികൾ. ഈ 14 നമ്മൾ പഠിക്കുമ്പോൾ 2 മാത്രം അതിൽ മബനിയുള്ളൂ. ബാക്കി എല്ലാം മുഅറബാണ്, ചേഞ്ച് ആവും. അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരും. ലെറ്റർ അന്ത്യസ്വരം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അന്ത്യസ്വരം ചേഞ്ച് ആകും മുളാരിയിൽ. അതുകൊണ്ടാണ് അത് ഇസ്മിനോട് സാദൃശ്യമുള്ളത്. മനസ്സിലായോ? ഇസ്മിന് അങ്ങനെ തന്നെയാണ്. ഇസ്മിൽ മബനിയുണ്ട്, മുഅറബും ഉണ്ട്. മാലിന് മബനി മാത്രമേ ഉള്ളൂ. മുളാരിയില്ല, മുഅറബും ഉണ്ട്, മബനി ഉണ്ട്. മുഅറബും മബനി അറിയാലോ. മുഅറബ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്നത്, മബനി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവാത്തത്. ഉദാഹരണത്തിന് മുഹമ്മദുൻ അല്ലെങ്കിൽ അബ്ബാസുൻ എന്നൊക്കെ പറഞ്ഞാൽ അത് മുഅറബാണ്. അബ്ബാസിൻ എന്ന് പറയും അല്ലേ? മിൻ അബ്ബാസിൻ, അബ്ബാസിൽ നിന്ന്, ഇല അബ്ബാസിൻ, അബ്ബാസിലേക്ക് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ റഅയ്തു അബ്ബാസൻ, ഞാൻ അബ്ബാസിനെ കണ്ടു. ഫതഹത്തേൻ, കസ്റത്തേൻ, ദമ്മത്തേൻ, അങ്ങനെ അത് ചേഞ്ച് ആയി, അതിൻ്റെ ഇതിനനുസരിച്ച് ചേഞ്ച് ആവും. എന്നാൽ ഹാദ ഇസ്മാണ് അല്ലേ? അല്ല, ഇസ്മുൽ ഇഷാറയാണ്, ഇസ്മാണ്. അതുപോലെ ഹുവ, ഹുമ, ഹും അതൊക്കെ ഇസ്മാണ്. അതൊന്നും ചേഞ്ച് ആവൂല, മബനിയാണ് അല്ലേ? ഓക്കെ. ഞാൻ അവനിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ മിൻഹു, മിൻഹു ആണ് അല്ലേ? മിൻ ഹാദ, അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ മിൻ ഹാദ എന്ന് പറയും. അവിടെ ഹാദ എന്നുള്ളത് മിന്ന് കഴിഞ്ഞിട്ട് ഹാദ ഹാദായിട്ട് തന്നെ നിൽക്കുള്ളൂ. കെസ്റ വരില്ല, ഹാദി എന്ന് വരില്ല. ഹാദ എങ്ങനെയാണ്? ഹാദ മിൻ ദാലിക അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ ചേഞ്ച് ആവില്ല, അത് മബനി. ചേഞ്ച് ആവുന്നത് മുഅറബ്. ഓക്കെ. അപ്പോൾ ഫിഅല് മാലി എല്ലാം മബനിയാണ്, എല്ലാം മബനിയാണ്. ഫിഅല് മുളാരി ചേഞ്ച് ആവും, അതിൻ്റെ അന്ത്യസ്വരം മാറും. 2 ഒഴിച്ചിട്ട് ബാക്കി എല്ലാതും മുഅറബാണ്. 2. അതാണ് ലാറ എന്നുള്ള അർത്ഥം. സാദൃശ്യമുള്ളത് എന്തിനോട്? ഇസ്മിനോട് സാദൃശ്യമുള്ളത് എന്ന അർത്ഥത്തിൽ ഇതിന് മുളാരി എന്ന പേര് വന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? അതെ. ശരി. അടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് നോക്കാട്ടെ. എഫ് ആലു ഇതേപോലെ തന്നെ 14 ഫോർമാറ്റും നമ്മൾ ഹുവ ഹുമാ ഹും പഠിച്ചതുപോലെ, അല്ലെങ്കിൽ ഫാല ഫാല ഫാലു പഠിച്ചതുപോലെ തന്നെ ഇതിൻ്റെ 6 എണ്ണം ഇവിടെ ഇല്ലാത്തവർ ഗായിബ്. നെക്സ്റ്റ് 6 എണ്ണം മുഹാത്തബ് അല്ലേ? മുഹാത്തബ് എൻ്റെ നേരെ മുന്നിൽ നിൽക്കുന്നവർ മുഹാത്തബ്, അല്ലെങ്കിൽ ഹാലിർ, ഹാലിർ പറയാം, ഹാലിർ. പിന്നെ ലാസ്റ്റത്തെ 2 എണ്ണം മുത്തകല്ലിം, ഞാനും ഞങ്ങളും. ഓക്കെ. നോക്കൂ, എഫ് അലു എന്ന് പറഞ്ഞാൽ അവൻ അവനിട്ട് അഹുവൻ്റെ അവിടെയാണ് വരുന്നത്. അവൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കും. 2 അർത്ഥവും വരും. ഹാലിൻ്റെ അർത്ഥവും വരും, മുസ്തഖ്ബിലിൻ്റെ അർത്ഥവും വരും. ഹാൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൻ്റെ അർത്ഥം വരും, ഫ്യൂച്ചർ ടെൻസിൻ്റെ അർത്ഥവും വരും. എഫ് അലു അവൻ പ്രവർത്തിക്കുന്നു, അവൻ പ്രവർത്തിക്കും. എഫ് അലാനി അവർ 2 പേർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും. ഓക്കെ. ഇപ്പം നോക്കൂ, നിങ്ങൾ നോക്കി, അവിടെയൊക്കെ യാ വന്നിട്ടുണ്ട് അല്ലേ? മുളാറത്തിൻ്റെ ലെറ്ററാണ് തുടക്കത്തിൽ വന്നത്. എഫ് അലൂന, എഫ് അലൂന അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. ഇനി സ്ത്രീ ആകുമ്പോൾ നോക്കി, അതിൻ്റെ വാക്ക് മാറിയിട്ടാ. തഫ് അലു, തഫ് അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു ഓർ പ്രവർത്തിക്കും. അവൾ ഇവിടെ ഇല്ലാത്തവരാണ്. തഫ് അലാനി അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. തഫ് അലാനി. അടുത്തത് യഫ് അൽന. അപ്പോൾ തഫ് അലൂന അല്ല ഇനി വരുന്നത്, ശ്രദ്ധിക്കണേ. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന അത് എളുപ്പമുണ്ട്. തഫ് അലു, തഫ് അലാനി വരെ എളുപ്പമുണ്ട്. 6ാമത്തെ ശ്രദ്ധിക്കണേ, യഫ് അൽന അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. ആ വാക്ക് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, തഫലു, തഫലാനി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് 6ാമത്തത് വ്യത്യാസം ഉണ്ടെന്ന് ഓർത്ത് വെച്ചിട്ട് അത് നന്നായി പഠിക്കുക. 6ാമത്തെ നന്നായി പഠിക്കുക. കാരണം ഒരേ പാറ്റേണിലല്ല വരുന്നത്. അവിടെ തൊട്ടൊരു പാറ്റേൺ, ഒരു മാറ്റമുണ്ട്. മാറ്റമുള്ളത് ശ്രദ്ധിക്കുക. ആ മാറ്റമുള്ളത് നന്നായി പഠിക്കുക. 6ാമത്തേത് ഇനി നോക്കൂ. തഫ് അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. മുകളിലും ഒരു തഫലുണ്ട്, താഴത്തും ഒരു തഫലുണ്ട്. അവിടെ നീ ഒരു അവളൊരു സ്ത്രീ പ്രവർത്തിക്കും എന്നാണ്. ഇവിടെ തഫലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. നമ്മളത് സന്ദർഭം അനുസരിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക എന്നേ ഉള്ളൂ.
ഓക്കെ, അങ്ങനെ പറ്റുള്ളൂ. അത് നമുക്കൊരു അറബി ഭാഷേൻ്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഇപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നീ എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനൊക്കെ നീ എന്ന് പറയും. നമ്മൾ സന്ദർഭം അനുസരിച്ചല്ലേ മനസ്സിലാക്കുക. നിങ്ങൾ എന്ന് പറയുമ്പോഴും അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത് എന്നതുപോലെ ഇതും സന്ദർഭം അനുസരിച്ചിട്ട് നമ്മൾ ഭാഷ പഠിച്ച് അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സന്ദർഭം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കും. രണ്ടും സെയിം പദമാണ് കേട്ടോ, ഒരേ പദമാണ്. അത് അർത്ഥങ്ങളെ വ്യത്യാസങ്ങൾ വരുന്നത് അതിൻ്റെ എന്താ പറയുക, ആ ഒരു ടെക്സ്റ്റിൻ്റെ വാചകഘടനയൊക്കെ അനുസരിച്ച് നമുക്ക് അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. തഫ് അലു, തഫ് അലാനി, വീണ്ടും തഫ് അലാനി. കണ്ടോ എന്താ, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നുള്ളതിനും തഫ് അലാനിയാണ്. നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതിനും തഫ് അലാനിയാണ് കേട്ടോ. അടുത്തത് തഫ് അലൂന, നിങ്ങൾ 2-ലധികം പുരുഷന്മാർ പ്രവർത്തിച്ചു. നേരെ മുന്നിൽ നിൽക്കുന്നവരോടാണ്. അടുത്തത് തഫ് അലീന, ഇതൊരു ഡിഫറെൻറ്റ് വേർഡാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെറുതെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചോ, തഫ് അലീന. അപ്പോൾ 6ഉം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതെത്ര 10 അല്ലേ, 10ഉം ഒന്ന് ശ്രദ്ധിക്കണം. 10 അല്ല അല്ലേ, 3, 6, 9, 10. 10ഉം ശ്രദ്ധിക്കണം കേട്ടോ. തഫ് അലീന. അടുത്ത തഫ് അലാനി, വീണ്ടും തഫ് അലാനി, 3ാമത്തെ തഫ് അലാനിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. തഫ് അൽന, നിങ്ങൾ 2-ലധികം സ്ത്രീകൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. അഫ് അലു, ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കും. നഫ് അലു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അഫ് അലു നഫ് അലു നല്ല എളുപ്പമാണ്. അന എന്നുള്ളതിൻ്റെ ഹംസ അതിൽ തുടക്കത്തിൽ അല്ലേ, എളുപ്പമുണ്ട്. നഹ്നുവിൻ്റെ നൂന് വെച്ചാൽ മതി. നഫ് അലു, ഞങ്ങൾ. അത് പറയാൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ അത് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ 6 ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 അല്ല അല്ലേ, 11, 10 ഒന്ന് ശ്രദ്ധിക്കുക. തഫലീന. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നോക്കണം. നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് 3 ആയിട്ട് സ്റ്റെപ്പായിട്ട് എഴുതുന്നവർക്ക് എളുപ്പമുള്ളത് ആദ്യത്തേത് എഫ് അലു, 2ാമത്തെ ലൈനിലുള്ള തഫ് അലു, 3ാമത്തെ ലൈനിൽ ഫസ്റ്റ് തഫ് അലു. ഒരേപോലെ കണ്ടോ, എഫ് അലു, തഫ് അലു, തഫ് അലു. ഇനി അഫ് അലു, നഫ് അലു. ഇവർ 5 പേര് ഒരു സെറ്റാക്കി നിങ്ങൾ കൂട്ടിക്കോട്ടാ. ഏതിൻ്റെയാണ്? എഫ് അലു, അവൻ പ്രവർത്തിക്കുന്നു. തഫ് അലു, അവൾ പ്രവർത്തിക്കുന്നു. നഫ് അലു, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു. ഇനി അവസാനത്തെ 2 അഫ് അലു, ഞാൻ പ്രവർത്തിക്കുന്നു. നഫ് അലു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ 5 ആളും ഒരു ടീമായിട്ട് മനസ്സിൽ കണക്ക് കൂട്ടിക്കോട്ടാ. ഒരേപോലെ ഇല്ലേ അത്? ഇല്ലേ? ബാക്കി എല്ലാവരും നൂനുണ്ടേ, ബാക്കി എല്ലാവർക്കും നൂനുണ്ട്. നൂനുണ്ട്, ഈ 5 പേർക്ക് നൂനില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? ബാക്കി എല്ലാവരും അവസാനം നൂനാണ്. അപ്പോൾ ഈ 5 പേരും ഒരു ടീമാണ് കേട്ടോ. അത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവേ. ഈ 5 പേരും ഒരു ടീമാണ്. ആരൊക്കെ? എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു. ക്ലിയർ ആയില്ലേ? ഈ 5 പേരും ഒരു ടീമാണ്. അവസാനല്ല, സ്റ്റാർട്ടിങ്ങിലാണ്. ആ നൂന് മുളാറത്തിന്റെ ലെറ്റർ അല്ലേ? അപ്പോൾ ഇത് ഈ 5 എണ്ണം ഒരു ടീമാണെന്ന് മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഉപകാരമുണ്ട്. ഇൻഷാല്ലാ അത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമ്പോൾ ഇത് 5 ഒരു ടീം കേട്ടോ. ആരൊക്കെ? എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു. ഈ 5 ആൾക്കാർ ഒരു ടീം. ഇനി വേറൊരു ടീമും കൂടി ഉണ്ട് ഇതിൽ. ഏതാന്ന് വെച്ചാൽ 6ാമത്തിലെ എഫ് അൽന. എന്താ എഫ് അൽന? നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഇനി 9ാമത്തെ തഫ് അൽന, നിങ്ങൾ കുറേ അല്ല, അവിടെ അവർ കുറേ സ്ത്രീകളാണെങ്കിൽ തഫ് അൽന എന്നാൽ നിങ്ങൾ കുറേ സ്ത്രീകൾ ഇല്ലേ? ഈ 2 എണ്ണം. ഒന്നാമത്തേത് 6ഉം 9ഉം. എഫ് അല്ല 12 ആണ് അല്ലേ? 6 അല്ല കേട്ടോ, 12. 6ഉം അല്ല 6, 2, 4, 5 6ഉം 12 കേട്ടോ. 6ഉം 12. എഫ് അൽന, തഫ് അൽന. എഫ് അൽന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ, അവർ കുറേ സ്ത്രീകൾ. തഫ് അൽന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ സ്ത്രീകൾ. ഒരേപോലെ ഉണ്ട് അല്ലേ? ഒരു തായി അതിൻ്റെ ഇല്ലേ വ്യത്യാസമുള്ളൂ. ഇവർ ഈ 6ഉം 12ഉം ഈ 2 പേരും ഒരു ടീം, ബാക്കിയുള്ളവരൊക്കെ വേറൊരു ടീം. ഓക്കെ, 6ഉം 12ഉം ഒരു ടീം. 1, 4, 7 അല്ലേ? 1, 4, 7, പിന്നെ 13ഉം 14ഉം. എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു ഒരു ടീം. എഫ് എൽനെയും തഫ് എൽനെയും മറ്റൊരു ടീം.
പിന്നെ എഫ് അലൂനെയും തഫ് അലൂനെയും ഒന്നിച്ചാക്കാൻ പറ്റും. ഇല്ല, അങ്ങനെ അവരൊന്നിച്ചാക്കണ്ട. അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. എഫ് അലൂനോ അവർ പ്രവർത്തിച്ചു, തഫ് അലൂനോ അവർ പ്രവർത്തിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ 5 ആൾക്കാർ ഒരു ടീം, ഇത് 2 ആൾക്കാരും ഒരു ടീം കേട്ടോ. അത് പഠിക്കാനുള്ള എളുപ്പത്തിനല്ല, ഏറാബിൻ്റെ എളുപ്പത്തിനാണ് കേട്ടോ. പഠിക്കാനുള്ള എളുപ്പത്തിനാണെങ്കിൽ നമുക്ക് ഇതാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ വെച്ചിട്ട് ഒരു ടീം വെച്ചല്ലോ. ഗുഡ് മോർണിംഗ് മഹാരാണാവോ. 2 പേര്, അതായത് എഫ് എൽനെയും തഫ് എൽനെയും നമ്മളൊരു ടീമാക്കിയില്ലേ. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ 2 പേരും മബനിയ, ബാക്കി എല്ലാം മൊറാബ. ഉമൈബ എന്താ വിളിക്കണ, മനസ്സിലായോ? ആ, അതായത് ഗുഡ് മോർണിംഗ് ഉമൈബനെ വിളിച്ചതാണോ? ക്ലാസ്സിലുണ്ടാ? അതായത് എവിടെ നമ്മുടെ ഗ്രൂപ്പിലിട്ടില്ലേ നോട്ട്. ഈ 6ഉം 12നെയും ഒരു ടീമാക്കിയില്ലേ. ഇവർ 2 പേരും മബനി എന്നാണ് അവരെ പറയുക. ബാക്കിയെല്ലാം ചേഞ്ച് ആവും. ബാക്കി എല്ലാവരെയും ചേഞ്ച് വരുമേ. പല പല കാര്യങ്ങൾ വരുമ്പോൾ അവർ പല സ്ഥാനത്ത് വരുമ്പോൾ ജെറിൻ്റെ അല്ല ജെറില്ല കേട്ടോ, ഫെയിലിൽ ജെറില്ലേ, നെസ്ബിൻ്റെയും റഫിൻ്റെ ഒക്കെ സ്ഥാനത്ത് വരുമ്പോൾ ഇപ്പോൾ റഫിൻ്റെ സ്ഥാനത്താണ് ഇവർ കിടക്കുന്നത്, അതങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ നെസ്ബിൻ്റെ സ്ഥാനത്തൊക്കെ വരുമ്പോൾ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഇവരൊക്കെ ടീമാക്കിക്കോളാൻ പറഞ്ഞത്. അപ്പോൾ ചേഞ്ച് ആവാത്ത 2 മബനികളാണ് എഫ് എൽനെയും തഫ് എൽന. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എഫ് എൽന തഫ് എൽന 6, 12 ഇവർ 2 പേരും മബനി എന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇവരൊരു ടീമാണ്. ഇവരുടെ പ്രത്യേകത ടീമിനെ നിങ്ങൾ മബനി എന്നാണ്ട് പേരിട്ടോ. മുലാരിയിൽ ആകെ 2 പേരാ മബനിയുള്ളൂ. മാതി ഫുള്ള് മബനിയാണ്. മുലാരിയിൽ 2 പേര് മാത്രമേ മബനിയുള്ളൂ. അതാണ് ആര്? എഫ് എൽനെയും തഫ് എൽനെയും. ക്ലിയർ അല്ലേ? ഹുന്നൻ്റെ അവിടെയും അൻതുന്നൻ്റെ അവിടെയും. ഓക്കെ, ഇത് മനസ്സിലൊന്ന് ഉറപ്പിച്ചേ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അവർക്ക് നമ്മൾ 3 ടീമാക്കുകയാണ് ഇവരെ. ആദ്യത്തെ ടീം ആരാ? എഫ് അലു തഫ് അലു തഫ് അലു അഫ് അലു നഫ് അലു, അവരൊരു ടീം. ആ ടീമിന് നമ്മൾ പേരിട്ടിട്ടില്ല. രണ്ടാമത്തെ ടീമാണ് എഫ് എൽനെയും തഫ് എൽനെയും, അവർക്ക് നമ്മൾ പേരിട്ട് മബനി ഇട്ടില്ലേ. നോട്ട് ചെയ്തോ കേട്ടോ, ഞാൻ നോട്ട് ഉണ്ടാക്കി തരുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിനാണ്. ഇനി ബാക്കി എത്ര പേരുണ്ട്? 5 ആളെ നമ്മൾ വേറെ കൂട്ടി, 2 ആളെ ഇവിടെയും കൂട്ടി. ഇനി എത്ര പേരുണ്ട് ബാക്കി? 7 നിങ്ങൾ സംസാരിക്കണത് ഇവിടെ ഇടയിൽ മിസ് കോൾ വന്നപ്പോൾ ഉമ്മയബ വിളിച്ചോട് കൂടിയിട്ട് മൊത്തം പോയി. ഇനി എത്ര പേരുണ്ട് ബാക്കി? 7 പേരുണ്ട്. ഈ 7 പേരിൽ 2 പേര് ഓക്കെ ശരി. അപ്പം ഈ 7 പേരുണ്ട്. ഇനി ബാക്കി 7 പേരാണുള്ളത് കേട്ടോ. ഈ 7 പേരിൽ ഒന്ന് എഫ് അലാനി അല്ലേ, ഒരാൾ എഫ് അലൂന, തഫ് അലാനി, അടുത്തത് തഫ് അലാനി, തഫ് അലീന, തഫ് അലാനി അല്ലല്ലോ, ഇവിടെയൊക്കെ പോയല്ലോ. എഫ് അലാനി, എഫ് അലൂന, തഫ് അലാനി, തഫ് അലാനി, തഫ് അലൂന, തഫ് അലീന, തഫ് അലാനി അല്ലേ. 7 ആളല്ലേ ഇനി ബാക്കിയുള്ളത്? അതെ, 7 ആളാണ് ബാക്കിയുള്ളത്. അതിൽ 3 ആൾ ഒരേപോലെ കിടക്കണണ്ട. തഫ് അലാനി, തഫ് അലാനി, തഫ് അലാനി കാണുന്നുണ്ടോ? 3 പേരും ഒരുപോലെയാണ് അല്ലേ. തഫ് അലാനി ഒരേ വാക്കുകളല്ലേ? സംസാരിക്കണം ഇടയിലൊക്കെ അങ്ങനെ സംസാരിച്ചാലാണ് ഞാനിനി ബാക്കി പറയുള്ളൂ. അപ്പം തഫ് അലാനി എന്നാണ്. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിനെയും കൂടി ഒന്നാക്കി പറഞ്ഞാൽ മതി. കാരണം ഒരു തഫ് അലാനി പറഞ്ഞാൽ എല്ലാതും ആയില്ലേ. അപ്പം എത്ര എണ്ണമായി? ആ 3 എണ്ണത്തിനെ ഒന്നാക്കി പറഞ്ഞു. അപ്പം എത്ര എണ്ണം ഉണ്ട് ബാക്കി? 4. 3 ഒന്നാക്കണം. 3 ഒന്നാക്കി അപ്പോൾ 5 എണ്ണം. 5 എന്താ പറയാ അറബിയിൽ? ഹംസ. ഇതെന്താ? ക്രിയകൾ അല്ലേ, അഫ്ആലുൽ ഹംസ. ഇവരാണ് ആര്? അഫ്ആലുൽ ഹംസ. അപ്പോൾ ഈ 7 ആൾക്കും കൂടി നിങ്ങളൊരു പേര് കേട്ടോ, അഫ്ആലുൽ ഹംസ. 7 എങ്ങനെ 5 ആയെന്ന് മനസ്സിലായല്ലോ അല്ലേ. 3 എണ്ണത്തിനെയും കൂടിയിട്ട് ഒരേപോലത്തെ അല്ലേ വന്നിക്കണേ. അവരുടെ പേര് അഫ്ആലുൽ ഹംസ. ക്ലിയർ ആയോ? അഫ്ആലുൽ ഹംസ. ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ടേബിൾ പഠിച്ചപ്പോൾ ഒരു മിനിറ്റ്. എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു, ഈ 5 ആളെ നമ്മളൊരു ടീമാക്കി. ഇനി നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. 5 ആൾ അവിടെ പോട്ടെ. പിന്നെ നമ്മൾ 6ഉം 12ഉം 2 പേര് എഫ് എൽനെയും തഫ് എൽനെയും.
ഹുന്നൻ്റെ അവിടെ അൻതുന്നിൻ്റെ അവിടെ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു, നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു, അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. അതിനെ രണ്ടിൻ്റെയും കൂടിയിട്ട് ഒരു ടീമാക്കിയിട്ട് മബനി എന്ന് പേരിട്ട് ബാക്കി 7 ആളെയും നമ്മൾ 7 ആൾക്കാർ 7 എണ്ണം ഉണ്ടെങ്കിലും സത്യത്തിൽ അത് 5 എണ്ണം ഉള്ളൂ. അതുകൊണ്ട് അതിന് അഫ്ആലുൽ ഖംസ എന്ന് പേരിട്ടു. അത്രേ ഞാൻ പറഞ്ഞോളൂ. അത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായോ? ക്ലിയർ ആയി. ഇനി പറഞ്ഞു ഏതൊക്കെയാണ് മാം? യഫ്അലാനി എല്ലാം കൂടെ 1, അപ്പൊ 1 2 പിന്നെ യഫ്അലാനി ആദ്യത്തെ ലൈനിലെ യഫ്അലാനി യഫ്അലൂന അപ്പോൾ 2 എണ്ണം കിട്ടിയില്ലേ ഫസ്റ്റ് ലൈനിൽ നിന്ന്. സെക്കൻഡ് ലൈനിൽ നിന്ന് ഒരെണ്ണം മാത്രം തഫ്അലാനി മാത്രം. തേർഡ് ലൈനിൽ നിന്ന് 2 എണ്ണം തഫ്അലാനിയും തഫ്അലൂനയും. ഫോർത്ത് ലൈനിൽ നിന്ന് തഫ്അലൂന തഫ്അലാനി. അപ്പോൾ 7 എണ്ണം കിട്ടും. തഫ്അലീന തഫ്അലാനി. അപ്പം അതിൽ ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഫ്ആലുൽ ഖംസ. ഓക്കെ, അഫ്ആലുൽ ഖംസ. നമ്മൾ സാധാരണ ഒരു ഇസ്മു പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വെറുതെ ഇട്ട് വരുമ്പോൾ എന്തായിരിക്കും? ദൊമ്മയിലായിരിക്കും, അല്ലെങ്കിൽ അത് മർഫു ആയിട്ടാണ് നമ്മൾ കാണുക അല്ലെ. ഒരു ഇസ്മു ഒറ്റക്ക് കേൾക്കുമ്പോൾ അബുൻ എന്നല്ലേ പറയുള്ളൂ. വെറുതെ അബന്നോ അബിന്നോ പറയില്ലല്ലോ. വെറുതെ ഇങ്ങനെ പറയില്ലേ? അബുൻ ഉമ്മുൻ കലമുൻ കിതാബുൻ അങ്ങനെയല്ലേ പറയാ? കലമിൻ കിതാബിൻ എന്നൊന്നും പറയില്ല അല്ലേ. അതായത് ഒരു ഇസ്മ ബൈ ബർത്ത് മർഫു ആണ് അല്ലേ. അതായത് അത് റഫിൻ്റെ സ്ഥാനത്താണ് ഉണ്ടാവുക. നമ്മൾ അങ്ങനെയാ പറയുക അല്ലേ, തൊമ്മത്തേൻ്റെ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുക. അതേപോലെ ഇത് കിടക്കുന്നത് മൊത്തം മർഫു ആയ ഫേലുകളായിട്ടാണ്. റഫിൻ്റെ സ്ഥാനത്താണ് ഇതൊക്കെ കിടക്കുന്നത്. ഓക്കെ, റഫിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ അക്ഷരങ്ങളുണ്ടല്ലോ, അവസാനത്തെ അന്ത്യസ്വരങ്ങൾ അതൊക്കെ റഫാണ്. കണ്ടോ? അപ്പോൾ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് റഫിൻ്റെ അടയാളം കാണാൻ പറ്റും. നിങ്ങൾ പഠിച്ചു റഫിൻ്റെ അടയാളം കാണാൻ പറ്റും. 5 എണ്ണം കൂടിയിട്ട് നമ്മളൊരു കാറ്റഗറി ചെയ്തില്ലേ? യഫ്അലു തഫ്അലു തഫ്അലു അഫ്അലു നഫ്അലു. അത് മർഫു ആണല്ലേ. എന്തായിരുന്നു കാരണം? നിങ്ങൾ എന്താ അവിടെ കാണുന്നത്? അതിന് റഫിൻ്റെ അടയാളം ലൊമ്മയാണ്. കറക്റ്റ്, മാഷാ അല്ലാഹ്, ലൊമ്മയാണ് അല്ലേ. റഫിൻ്റെ അടയാളം അവിടെ ലൊമ്മയാണ്. യഫ്അലു തഫ്അലു തഫ്അലു അഫ്അലു നഫ്അലു അല്ലേ, ലൊമ്മയല്ലേ റഫിൻ്റെ അടയാളം? അതെ. ഇത് നമ്മളെ യഫ്അലിനെയും തഫ്അലിനെയും രണ്ടാമത്തെ കാറ്റഗറി. അതിൽ റഫിൻ്റെ അടയാളം നമ്മൾ കാണുമോ? ഇല്ല. എന്താ കാരണം? മബനി ആയതുകൊണ്ട് നമ്മളവിടെ റഫിൻ്റെ അടയാളം കാണുമോ? ഇല്ല. ഒരു മബനിയാ. അവിടെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ അല്ലെ. സങ്കല്പിക്കല്ലേ, കാണൂല, റഫിൻ്റെ അടയാളം കാണൂല. ഇനി അഫ്ആലുൽ ഖംസ കണ്ടോ? ആനി ആനി ആനി, അതിനും റഫിൻ്റെ അടയാളം നമ്മൾ കാണില്ല അല്ലേ. അതിന് റഫിൻ്റെ അടയാളം ഞാൻ പറഞ്ഞുതരാം. അവിടെ നൂനുണ്ടല്ലോ ലാസ്റ്റ് ലെറ്റർ. ആ നൂന് എല്ലാത്തിനും ഇല്ലേ? 7 എണ്ണത്തിനും നൂനില്ലേ? അഫ്ആലുൽ ഖംസക്ക് എല്ലാത്തിനും നൂനില്ലേ ലാസ്റ്റ്? ഉണ്ട്. ആ നൂന് അവിടെ ഉള്ളതാണ് റഫിൻ്റെ അടയാളം. അത് നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളതിന് അത് സ്ഥിരപ്പെടുത്തുക എന്ന് പറയാം. സുബൂത്തി നൂനി എന്നാണ് പറയാം. കണ്ടോ? എന്താ പറയാ? സുബൂത്തി നൂനി. റഫ് ചെയ്യുമ്പോൾ മാത്രം അവിടെ നൂനുണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ നൂനുണ്ടാവില്ലേ. വേറെ അത് വരില്ലേ? ജെറൊക്കെ അല്ല, ജെറു വരില്ല കേട്ടോ. ജസ്മും നെസ്ബൊക്കെ വരില്ലേ. ഇനി വേറെയും വരില്ലേ. അപ്പൊ ഒന്നും ഈ നൂനുണ്ടാവില്ല. നൂനിന്റെ കളയാണ് ഹദ്ഫി നൂനി എന്നാണ് പറയാ. അതിനാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മൾ ആദ്യത്തെ 5 ആൾക്കാരില്ലേ, അത് നിങ്ങളൊന്ന് നെസ്ബ് ചെയ്ത് പറഞ്ഞേ. യഫ്അലു തഫ്അലു അഫ്അലു നഫ്അലു. എങ്ങനെ നെസ്ബ് ചെയ്യാം? നെസ്ബിന്റെ അടയാളം നിങ്ങൾക്ക് അറിയാം എന്താണ്? ഫതഹ കൊടുക്കുക അല്ലേ. ക്ലിയർ അല്ലേ? ഫതഹ കൊടുക്കലാണ് ഏത്? ഫതഹ കൊടുത്തു കഴിഞ്ഞാൽ നെസ്ബായി. ഏത്? ആദ്യത്തെ 5 എണ്ണം കേട്ടോ. ആദ്യത്തെ 5 എണ്ണത്തിൽ ഫതഹ കൊടുത്താൽ നെസ്ബായി. ഇനി മറ്റേ മബനിക്ക് നമ്മളൊന്നും മാറ്റൂല, അതങ്ങനെ തന്നെ 2 പേര്. ഇനി മറ്റേ യഫ്അലാനി യഫ്അലൂന, അവിടെ നമ്മൾ നെസ്ബ് ചെയ്യുമ്പോൾ നൂനിനെ കളഞ്ഞ് യഫ്അലാ തഫ്അലാ തഫ്അലാ അഫ്അലാൻ അല്ല തഫ്അലി തഫ്അലി എന്നൊക്കെയാണ് പറയുള്ളൂ. ആ നൂനിനെ കളഞ്ഞു കഴിഞ്ഞാൽ നെസ്ബായി. ഇനി വേറൊരു അടയാളം കൂടി ഉണ്ട്. ഏത്? ജെറില്ല കേട്ടോ. ഫിഅലിൽ ജെറില്ല. ഫിഅലിൻ്റെ ഇറാബ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ആ ഇതുണ്ടല്ലോ, അത് ജെറില്ല, പകരം ജസ്മാണുള്ളത്. ജീമ് ജാ മീമ പഠിക്കൂട്ട. ജസ്മു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്മ് ചെയ്യാന്ന് പറയാം.
ജസ്മ്. ജെറിന് പകരം എന്താ ഉള്ളത്? ജസ്മ്. ജസ്മിൻ്റെ അസ്ലിയായ അടയാളം സുക്കൂനാണ്. സുക്കൂനാണ് അസ്ലി ട്ടാ. അസ്ലി നമ്മൾ ആദ്യത്തെ 5 ആൾക്കാർക്ക് അസ്ല് കൊടുക്കുള്ളൂ. ആദ്യത്തെ 5 ആൾക്കാരൊന്ന് ജസ്റ്റ് സുക്കൂനിട്ട് പറഞ്ഞു നോക്കിയേ. ജസ്മി ഏത് പറഞ്ഞേ? എഫ് അലു എന്താവും? പഠിക്കൂട്ടാ. ഇപ്പോൾ മനസ്സിലാവാത്തൊരു വിഷമിക്കേണ്ട, പഠിക്കും. മറ്റോടത്ത് നൂനിനെ കളഞ്ഞാൽ മതി. ജസ്മും നസ്മും ഒക്കെ നൂനിനെ കളഞ്ഞാൽ മതി. അതുകൊണ്ടല്ലേ ലാ തുഷ്രിക്, ഷിർക്ക് ചെയ്യരുത്. ലാ തുഷ്രിക്, കാഫിന് സുക്കൂൻ കണ്ടോ, ഷിർക്ക് ചെയ്യരുത്. അല്ലെങ്കിൽ ഉക്തുബ്, നീ എഴുത്, സുക്കൂൻ കണ്ടോ, ജസ്മു ചെയ്തിരിക്കണോ സുക്കൂൻ, ഉക്തുബ്, അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അത് നമ്മൾ പഠിക്കൂട്ടാ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതല്ല, പക്ഷേ ഈ ഒരു 3 കാറ്റഗറി ആക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എറാബ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ തംബ്രീനുകൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചേ. 7 അല്ലേ? എഫ് അലാനി, എഫ് അലൂന. ഓക്കെ, രണ്ടാമത്തെ ലൈനിൽ തഫ് അലാനി മാത്രം. മൂന്നാമത്തെ ലൈനിൽ തഫ് അലാനി, തഫ് അലൂന. നാലാമത്തെ ലൈനിൽ തഫ് അലീന, തഫ് അലാനി. തഫലീനെ ഞാൻ ഒറ്റക്ക് നിർത്തിയില്ലല്ലോ. എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു. അതാണ് 5 പേര് വേറെ. തഫ് അലീന ഉണ്ട്, തഫ് അലീന. ഞാൻ നോട്ട് ഞാനത് പറഞ്ഞതേ, അത് പഠിക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്തോ. പെട്ടെന്ന് വരാത്തതാണ്, നമ്മൾ വായിൽ പെട്ടെന്ന് വരില്ല, അതാണ് പറഞ്ഞത് കേട്ടാ. എവിടെയാണ്? തഫ്അൽന മബനി, തഫ്അൽന യഫ്അൽന മബനിയിലല്ലേ കിടക്കണത്? തഫ്അൽന യഫ്അൽന മബനി. വരില്ല, ഒന്നുകൂടെ പറഞ്ഞുതരോ? കുന്നക്ക് യാ വരുന്നത് എങ്ങനെ? അത് ഹുന്നന്റെ അവിടെയെന്നാണ് പറഞ്ഞത്. യഫ് അൽന, ഹുന്ന, അൻതുന്ന, തഫ് അൽന, അത് 2 മബനികളാണ്. പിന്നെ യഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു. ഏതൊക്കെയാ? ഹുവ. പറയൂ. സ്ത്രീലിംഗത്തില് ഒക്കെ അല്ലല്ല, ഇത് വെയിറ്റ് ചെയ്യട്ടാ. ഇവിടെ താ എന്നുള്ളത് സ്ത്രീലിംഗത്തിന്റെ അടയാളമല്ല കേട്ടാ. അത് എന്തോ മനസ്സിൽ കിടക്കുമ്പോൾ അത് അവിടെ നിന്ന് പോന്ന് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അതവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ? താ വന്നാലാണ് പെണ്ണെന്ന്. അതൊന്ന് മാറ്റിക്കോട്ടാ. അത് സ്ത്രീലിംഗത്തിന്റെ അടയാളമേ അല്ല. മുലാരിന്റെ ലെറ്റർ ആണ് അത് കേട്ടാ. ഒരിക്കലും തന്നെ നിങ്ങൾ താ വരുന്നിടത്തൊക്കെ പെണ്ണുങ്ങളാന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ തഫലു എന്ന് പറയുമ്പോ ആണിനെയും പറയുന്നില്ലേ? നമ്മളെ മനസ്സിൽ അതവിടെ കെടുക്കുമ്പോൾ അതുകൊണ്ട് മാറാൻ ഇത്തിരി പ്രയാസം. അതുകൊണ്ട് മാറ്റിക്കളഞ്ഞോ. അത് മാറിയാലാണ് പിന്നുള്ളത് മനസ്സിൽ കയറുള്ളൂ. അതവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോ. അതല്ല പണ്ട് എനിക്കുണ്ടായിരുന്നു. ശരി, ഇനി ഉണ്ടാ എന്തെങ്കിലും?